എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിലെ മോഡൽ എക്സാമിൻ്റെ ഭാഗമായിട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 50 ക്വസ്റ്റ്യൻസ്. ഈ 50 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ലഭിക്കും. സോ അപ്പം 50 ചോദ്യങ്ങൾ, ഈ മോഡൽ ഓഫ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെട്ടിരിക്കണം, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇതാണ് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 50 ക്വസ്റ്റ്യൻസ്, ഈ 50 മോഡൽസ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങളെ A+ നയിക്കാൻ അതുമാത്രം മതി. 100% ഈ 50 ചോദ്യങ്ങൾ, ഈ 50 മോഡൽസ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. നമുക്ക് 2 സെറ്റുകൾ എയും ബിയും തരും. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് 1 ആണോ ഓൺ ടു ആണോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർക്ക് സിമ്പിളായിട്ട് എന്ത് ചോദിച്ചാൽ മതി, ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പം തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ് എന്ത്, 1 ഓൺ ടു, ബൈജക്റ്റീവ്, ഇൻജക്റ്റീവ്, സർജക്റ്റീവ്. 1നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്, ഓൺ ടുവിനെ വിളിക്കുന്ന പേരാണ് സർജക്റ്റീവ്. 1 ഓൺ ടു ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ്. ഓക്കെ, ഇതൊക്കെ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ അല്ലേ എന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഫംഗ്ഷൻ നമുക്ക് തരും, എന്നിട്ട് അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഇൻക്രീസിങ് ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) സ്ട്രിക്ട്ലി എന്ന് പറഞ്ഞാൽ f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഷോ ചെയ്യണം. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഷോ ചെയ്താൽ അതെന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ക്ലിയർ ആണോ? പിന്നെ ചോദിക്കുന്നത് ഇതേപോലുള്ള ഒരു ഫംഗ്ഷൻ f(x) = 2x എന്നൊക്കെ പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ 1 ആണ്, അത് ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. 1 ആണെന്ന് കാണിക്കണമെങ്കിൽ f(x1) = f(x2) ചെയ്യുമ്പോൾ x1 = x2 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അത് 1 ആയി. ഓൺ ടു അല്ല എന്ന് കാണിക്കണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും സെയിം അല്ല എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ടു അല്ലാതായി മാറും. ഓക്കെ, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഏകദേശ ധാരണയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ വരുത്തണം. ഓക്കെ, അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ പെട്ടെന്നൊന്ന് കണ്ട് നിങ്ങൾ മാറണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽസ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അടുത്തത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു ചോദ്യമാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറയും. ഇതേപോലുള്ള ഒരു ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ട് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറയും. ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ അത് 1 ആണ് ഓൺ ടുവും ആണ് എന്ന് ഷോ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ എന്താണ്, ഇത് 1 ആണ് ഓൺ ടുവും ആണ് എന്ന് ഷോ ചെയ്ത് കാണിക്കുക. 1 ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, f(x1) = f(x2) ചെയ്യുമ്പോൾ x1 = x2 കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ അത് 1 ആയി. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ അതെന്തായി, കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ അതെന്തായി, ഓൺ ടു ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അത് 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോ ഡയഗ്രാം വരച്ച് വളരെ ലളിതമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമാണ്. സമാനമായ ഒരു ചോദ്യം മുൻപ് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് 100%, 100% ഡിലീറ്റഡ് ടോപ്പിക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരേ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുള്ളൂ, പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ചോദ്യം മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരത്തുള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഏത് ആംഗിളാണ് 1/√2 വരുന്നത്? ഏതാണ്? 45 ഡിഗ്രി. π/4 ആണ് ആൻസർ വരുന്നത്. ആൻസർ എഴുതുന്ന റേഡിയൻസിലായിരിക്കണം, അത് മറന്നു പോരുത്. പിന്നെ കോസ് ഇൻവേഴ്സ് -x അത് വരികയാണെങ്കിൽ അത് എങ്ങനെ മാറ്റണം? π - കോസ് ഇൻവേഴ്സ് x ആണോ അതോ കോസ് ഇൻവേഴ്സ് x ആണോ? അതിന്റെ ഒരു 6 ഇക്വേഷൻ ഉണ്ട്. 6 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ അകത്ത് നെഗറ്റീവ് സിമ്പിൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പൽ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. ഇനി
ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം സിലബസിൽ ഇത് എടുത്ത് പറയുന്നുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലി എക്സ് എന്ന് എഴുതാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് എഴുതാം. ഈ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സിനകത്തായിരിക്കണം. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനകത്തായിരിക്കണം. അതായത് -π/2നും π/2നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കണം എന്നാണ് അർത്ഥം. പക്ഷേ ഈ 3π/5 എന്ന് പറയുന്നത് അതിന് പുറത്തുള്ളൊരു വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെഡ്യൂസ് ചെയ്യണം അല്ലെ? ഡെഡ്യൂസ് ചെയ്ത് ഈ പ്രിൻസിപ്പൽ വാല്യൂവിന് അകത്തുള്ളൊരു വാല്യൂ ആക്കിയതിന് ശേഷം അത് ഉത്തരമായിട്ട് എടുത്തെഴുതണം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതും പ്രാധാന്യാർഹിതമായ ചോദ്യമാണ്. ഉറപ്പായിട്ടും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സ് കൺസ്ട്രക്ഷൻ അല്ലെ? മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം വരും. അത് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കുന്ന പൊതുവെ 2/2 മെട്രിക്സ് ആണ്. AIJ ഐയും ജെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ തരും. ഇപ്പോൾ 2i + j i-j എന്നോ i+j² എന്നോ i+j/2 എന്നോ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഒരു റിലേഷൻ ഐയും ജെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ തരും. എന്നിട്ട് ആ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജോലി. ഓക്കെ, അങ്ങനെ ഒരു 2/2 മെട്രിക്സ്. അപ്പോൾ ജനറൽ മെട്രിക്സ് ആദ്യമേ നിങ്ങൾ എഴുതണം. എന്താണ്? 2/2 ആണെങ്കിൽ A11 A12 A21 A22. ഓക്കെ, അതനുസരിച്ച് A11 ഈ Aij = 2i + j അനുസരിച്ച് ഇത് 4 കണ്ടുപിടിച്ചതിന് ശേഷം ഒരു A മെട്രിക്സ് നമ്മുടെ കിട്ടും. അത് സ്ക്വയർ ചെയ്തും കൂടെ എഴുതണം. A² എന്ന് പറഞ്ഞാൽ A × A ആണ്. A × A ആണ്. ക്ലിയർ? അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മെട്രിക്സ് എന്നത് സ്ക്വയർ ചെയ്യാൻ ചോദിക്കും. ഇത് സ്ഥിര റിപ്പീറ്റഡ് മോഡലാണ്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു ചോദ്യം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. A² = KA - 2i ആണെങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാൻ. കെയുടെ വില 1 കിട്ടും ആൻസർ. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. A² എന്ന് പറഞ്ഞാൽ A × A അനുസരിച്ച് A² കണ്ടുപിടിക്കുക. അതിനുശേഷം A² വില കൊടുക്കുക, എയുടെ വില കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് അനുസരിച്ച് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് K = 1 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ചെയ്തു നോക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് തീർച്ചയായിട്ടും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കാൻ പറയാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് തെളിയിക്കാൻ പറയാം. ഇവിടെ കണ്ടിന്യൂസ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് അല്ല. x = 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് കാണിച്ചാൽ മതി? ലിമിറ്റ് x → 0 f(x) f(0) അല്ല എന്ന് കാണിച്ചാൽ മതി. ഇത് നോട്ട് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ അത് നോട്ട് കണ്ടിന്യൂസ് ആയി. ഇത് തെളിയിച്ച് കാണിച്ചാൽ നമ്മുടെ ഉത്തരമാവും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 രീതിയിൽ ചോദ്യങ്ങൾ വരാം. പ്രധാനമായും 4 രീതിയിൽ വരാം. ഒന്ന് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കാം, കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ പറയാം, കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കാൻ പറയാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് അവർ ചോദ്യത്തിനകത്ത് എവിടെയെങ്കിലും തള്ളിക്കേറ്റിട്ടുണ്ടാവും. ആ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് അവർ പറയും. ആ ഇന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ K കണ്ടുപിടിക്കാൻ പറയും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഒരു മെട്രിക്സ് 2/3 ആണ് ഓർഡർ എങ്കിൽ A∩ ഓർഡർ എന്തായിരിക്കും? ട്രാൻസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മെട്രിക്സിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കാം. ആൻഡ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വൺ ഈസ് എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ട് അതിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒരു 2/3 ആണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എങ്കിൽ അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ നേരെ തിരിച്ചാൽ മതി. 3/2 ആയിരിക്കും അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ. ഓക്കെ, ഇനി ട്രാൻസ്പോസിന്റെ ഐഡന്റിറ്റീസ് തെളിയിക്കാനൊക്കെ ചോദിക്കാം. A∩, ഹോൾ ട്രാൻസ്പോസ് A തന്നെയാണെന്ന് കാണിക്കാൻ പറയാം. A+B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A∩ B∩ ആണെന്ന് കാണിക്കാൻ പറയാം. A × B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B∩ A∩. റിവേഴ്സൽ ലോ അത് തെളിയിക്കാനുള്ള ചോദ്യം വരാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോസിന്റെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് ട്രാൻസ്പോസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന 3ാമത്തെ പാർട്ടാണ്. ഈ ചോദ്യത്തിന്റെ 3ാമത്തെ പാർട്ടാണ്.
ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള ചോദ്യം. എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ? ശ്രദ്ധിച്ചിരിക്കുക. മുമ്പേ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. 2i പ്ലസ് ജെ, അവിടുന്ന് എ കൺസ്ട്രക്ട് ചെയ്യുന്നു, എയുടെ കൂടെ എ ട്രാൻസ്പോസ് കൂട്ടുന്നു, എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറയ്ക്കുന്നു. അത് കണ്ടുപിടിക്കാനാണ് ബി പാർട്ട്. ഇനി അതിന്റെ ഹെൽപ്പോട് കൂടി സി പാർട്ട് എളുപ്പം തെളിയിക്കാം. 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞത് എല്ലായ്പ്പോഴും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. വെർ ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് തെളിയിച്ച് കാണിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്ത് മെട്രിക്സിന്റെ വാല്യൂസ് എല്ലാം ഇവിടെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 4 മാർക്ക് കയ്യിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. സ്ഥിരം റിപ്പീറ്റഡ് ആണ്. ഉറപ്പായിട്ടും ഇത് നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. പിന്നെ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 3 ഇൻറ്റു -1 മൈനസ് 4 ഇൻറ്റു 3 അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2/2 മെട്രിക്സിന്റെയും ചോദിക്കാം, 3/3യുടെയും ചോദിക്കാം. ഇവിടെ എന്ത് വരും? x² - 1 = 15 എന്ന് വരും. x² 16 വരും, x ± 4 വരും. ഓക്കെ, അങ്ങനെ ഡിറ്റർമിനന്റ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും 100% ഒരു 1 മാർക്ക് 2 മാർക്ക് റേഞ്ചിലുള്ള ചോദ്യം നമുക്ക് 100% ഉറപ്പിച്ചു വെക്കാവുന്നതാണ്. അത് മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ, ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഇതെന്ത് വരും? cos θ × cos θ cos square θ മൈനസ് sin θ × മൈനസ് sin θ മൈനസ് sin square θ. അതായത് cos square θ പ്ലസ് sin square θ വരും. അതിന്റെ ആൻസർ എന്തുവാണെന്നറിയാം നമുക്ക്? 1 ആണ് എന്നറിയാം. സെറ്റ് അല്ലേ? ഇപ്പോൾ 15 ചോദ്യങ്ങൾ, 15 റിപ്പീറ്റഡ് മോഡൽസ് പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മൊത്തം 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അടുത്ത 16ാമത്തത് തീർച്ചയായിട്ടും വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് അനദർ മോഡൽ. സ്ഥിരമായി 2 മാർക്കിന് പരീക്ഷകൾക്ക് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ കണ്ടുവരുന്ന ചോദ്യമാണിത്. ഡിറ്റർമിനന്റ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത്. നോർമലി നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 2 - i4 20, 2x × x 2x² - r4 24. എന്നിട്ട് ഇത് സോൾവ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് വിടുകയാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, വരുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ചോദ്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി വിടുന്നു എന്ന് മാത്രം. കറക്റ്റായിട്ട് ഈ മോഡൽസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന മോഡൽസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് എന്നുള്ള ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കാവുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് മാറി നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് ചോദ്യം ഉറപ്പിക്കാം. 1 മാർക്കിന് അവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഏരിയ? ഇന്റഗ്രൽ a to b y dx എന്നുള്ള ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ a to b x dy എന്നുള്ള ഇക്വേഷൻ എഴുതാം. 2 ഇക്വേഷൻ ശരിയാണ്. ഒന്ന് x ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ് ഏരിയ കണ്ടുപിടിക്കുന്നു, മറ്റൊന്ന് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഏരിയ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 2 ഇക്വേഷനിൽ ഏത് വേണമെങ്കിലും എഴുതാം. ചിലപ്പോൾ അവർ എടുത്ത് ചോദിക്കും x = a മുതൽ x = b വരെ x ആക്സിസും ഫസ്റ്റ് ക്വാഡ്രന്റും കൂടെ ഉണ്ടാക്കുന്ന ഏരിയ എന്താണെന്നുള്ള ഇക്വേഷൻ അവർ എടുത്ത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ a to b y dx എന്നുള്ള ഇക്വേഷൻ എഴുതാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതൊരു 1 മാർക്കിന് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കൊരു 1 മാർക്കിന് ഷ്യൂർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ റേഞ്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. എന്തൊക്കെയാണ് ചാൻസ് ഉള്ളത്? 100% പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സർക്കിളിന്റെ ഏരിയ ഈ പറയുന്ന കർവ് വരച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഈ ഏരിയയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ x² + y² = a² ചോദിക്കാം. അല്ലെങ്കിൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² / a² + y² / b² = 1 ചോദിക്കാം. അല്ലെങ്കിൽ y = mx എന്ന് പറഞ്ഞ ഒരു ലൈനും x = a എന്ന് പറയുന്ന ഒരു ലൈനും ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയ ചോദിക്കാം. അല്ലെങ്കിൽ x = 5 മുതൽ x = 3 വരെ
ഒരു പരാബോള ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയിലൊക്കെ ആ ഒരു ചാപ്റ്റർ മാറിയിട്ടുണ്ട്. ഈസി ആയിട്ട് അവിടുന്ന് സ്കോർ ചെയ്യാം, മാർക്ക് ഉറപ്പിക്കാവുന്ന 100% ഉറപ്പിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പം ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ ഒക്കെ നോക്കണം. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പൈ എ സ്ക്വയർ എന്ന് കിട്ടും ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇന്റഗ്രേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രേഷനിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട ഒരേ ഒരു ഏറ്റവും പ്രാധാന്യാർഹിതമായ ഇക്വേഷൻ ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന കേസിലാണെങ്കിലും എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന കേസിലാണെങ്കിലും ഈ ഇക്വേഷൻ വളരെ പ്രാധാന്യാർഹിതമാണ്. പിന്നെ സിംഗുലർ മെട്രിക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിന്റ് 0 ആയിട്ടുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിന്റ് 0 ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് എ ഈസ് കോൾഡ് എ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ ഇത് ഡിറ്റർമിന്റ് ഇവാലുവേറ്റ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിനു ശേഷം എക്സ് കണ്ടുപിടിക്കുക, ആൻസർ കിട്ടും. പിന്നെ ചോദിക്കാവുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് സൂചിപ്പിച്ചു, സാധ്യതയുള്ള ചോദ്യമാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ ആ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്ത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കെയുടെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം മാക്സിമ മിനിമയിൽ നിന്നുള്ള ചോദ്യമാണ്. മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എടുക്കണം. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഈ ക്രിട്ടിക്കൽ പോയിന്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്നേരം നെഗറ്റീവ് കിട്ടും. അവിടുന്ന് മാക്സിമം ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റ് ഈ മെയിൻ ഫംഗ്ഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതാണ് അത് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ. ഒരു 3 മാർക്ക് 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ചെയ്തു വരുമ്പോൾ ആൻസർ √2 ഒക്കെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ. 22ാമത്തെ ചോദ്യം. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള എസ്എ ടൈപ്പായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം. എസ്എ ടൈപ്പായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇതേപോലെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ഒരു 3 ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് അത് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. ഓക്കെ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് അത് എന്തുപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറയും? മെട്രിക്സ് മെത്തേഡ്. ഇപ്പം നമ്മൾ കോയിഫിഷ്യൻറ്റുകൾ അടങ്ങുന്ന കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതണം. അതിൽ എ എന്നുള്ള പേരിട്ട് വിളിക്കണം. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യമേ തന്നെ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിന്റ് ഓഫ് എ ആണല്ലോ. ഇപ്പോൾ ഡിറ്റർമിന്റ് നോൺ സീറോ ആണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവത്തുള്ളൂ. ഇപ്പം നോൺ സീറോ ആയിരിക്കും സോൾവ് ചെയ്യാൻ അവർ പറയുന്നതുകൊണ്ട്. എന്നിട്ട് അതിനെ ബിയുമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ ഇസഡ് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഒരു 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആണെങ്കിൽ ഒരു 5 മാർക്കിന് വരെ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രാധാന്യാർഹിതമായ ചോദ്യമാണിത്. മസ്റ്റായിട്ട് നോക്കിക്കൊണ്ടു പോകേണ്ടതായ ചോദ്യം. ഉറപ്പ് ക്വസ്റ്റ്യൻ 100%. പിന്നെ ചോദിക്കാവുന്ന കണ്ടിന്യൂറ്റിയിൽ നിന്ന് തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇത് നമുക്കൊരു 3 മാർക്കിനൊക്കെ ഒരുപാട് പ്രാവശ്യം വന്ന് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഫൈൻഡ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ഒരു ഫംഗ്ഷൻ നമുക്ക് തരും. അത് കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാൻ. ഓക്കെ. കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് 3ലും കണ്ടിന്യൂസ് ആയിരിക്കും, 4ലും കണ്ടിന്യൂസ് ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഉപയോഗിച്ച് എയിലും ബിയിലും ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്. അത് വെച്ചുകൊണ്ട് എയിലും ബിയിലും മറ്റൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ ഡെറിവേറ്റീവ്സിൽ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത് റോൾസ് തിയറം, ലഗ്രാഞ്ചസ് തിയറം ഒക്കെ അടങ്ങുന്ന മീൻ വാല്യൂ തിയറം ആണ് ഡിലീറ്റഡ് ടോപ്പിക്.
തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം. അതായത് ചെയിൻ റൂളിന് ശേഷം ഇംപ്ലിസിറ്റ് ഫോമിലുള്ള ഡിഫറൻഷിയേഷൻ, അതിനുശേഷം പാരാമെട്രിക് ഫോമിലുള്ള ഡിഫറൻഷിയേഷൻ, അതിനുശേഷം ലോഗരിതമിക് ഫോമിലുള്ള ഡിഫറൻഷിയേഷൻ, അതിനുശേഷം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3-4 ക്വസ്റ്റ്യൻസ്. അതിലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ നിന്ന് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. ആദ്യമേ നിങ്ങൾ dy/dx കണ്ടുപിടിക്കുന്നു. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/√1 - x². അതിനുശേഷം d²y/dx² കണ്ടുപിടിക്കുന്നു. ഈ ഒരു സാധനം അറേഞ്ച് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രാധാന്യാർഹിതമായ ഒരു ചോദ്യം. പിന്നെ ഇതേപോലെ ചെയിൻ റൂൾ അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. y = tan x. ഇതിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ആദ്യം റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2√tan x വരും. tan x-ന്റെ ഡെറിവേറ്റീവ് 6²x. ഇത്രയുള്ള പരിപാടി 1 മാർക്കിനൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ പ്രോബബിലിറ്റിയിൽ നിന്നും തീർച്ചയായിട്ടും 100% നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. ഇത് വൺ ഓഫ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തരും. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പ്രോബബിലിറ്റി അണ്ടർ എ കണ്ടീഷൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇക്വേഷൻസിലെല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ എല്ലാം ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. ഉറപ്പിച്ചോ, പ്രിൻസിപ്പൽ വാല്യൂവിന്റെ ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. ഓൾറെഡി നേരത്തെ പരാമർശിച്ച ടൈപ്പ് തന്നെ. എഗെയിൻ ചെയിൻ റൂള്, കോസിന്റെ ഡെറിവേറ്റീവ് -sin√x, √x-ന്റെ ഡെറിവേറ്റീവ് 1/2√x. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പിന്നെ ഇത് ഇംപ്ലിസിറ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 100% എക്സാമിന് പ്രതീക്ഷിക്കാം. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഫൈൻഡ് dy/dx ഓഫ് sin²x + cos²y = 1. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ആണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു x. sin²x-ന്റെ ഡെറിവേറ്റീവ് 2 sin x cos x, cos²y-യുടെ ഡെറിവേറ്റീവ് 2 cos y - sin y ഇൻറ്റു y-യുടെ ഡെറിവേറ്റീവ് dy/dx, 1-ന്റെ ഡെറിവേറ്റീവ് 0. അവിടുന്ന് dy/dx സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ മെട്രിക്സിൽ നിന്നും അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വൺ. ഒരു മെട്രിക്സ് തന്നിട്ട് ഇതേപോലൊരു സാധനം പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറയും. ഇങ്ങനെ പ്രൂവ് ചെയ്തത് വെച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. അങ്ങനെ 2 രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. a² കണ്ടുപിടിക്കുക. a ഓൾറെഡി ഉണ്ട്. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മുഴുവൻ 0 0 0 0 എന്നുള്ളൊരു മെട്രിക്സ് ആയിരിക്കണം. 0 മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പിന്നെ ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മെട്രിക്സ് സിംപ്ലിഫിക്കേഷൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കെയിലാർ. എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ 2x 3x വരും. y ഉള്ളിലേക്ക് വരുമ്പോൾ -y വരും. എന്നിട്ട് മെട്രിക്സ് അഡിഷൻ, എന്നിട്ട് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടി. എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതും പ്രാധാന്യാർഹിതമായ ചോദ്യമാണ്. മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകേണ്ട മോഡലാണ്. പിന്നെ നമ്മുടെ പാരാമെട്രിക്കിലെ ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫ്രം പാരാമെട്രിക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പാരാമെട്രിക് ഡിഫറൻഷിയേഷനിൽ നിന്നും ഈ ചോദ്യം പഠിക്കാതെ പോകരുത്. ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, x = a × cos θ + θ sin θ, y = a × sin θ - θ cos θ. അങ്ങനെയാണെങ്കിൽ dy/dx കണ്ടെത്താനാണ് ചോദ്യം. dy/dx എന്ന് പറയുന്നത് എന്താണ്? dy/dθ/dx/dθ. ഓക്കെ, dy/dθ കണ്ടുപിടിക്കാനൊക്കെ അറിയാം അല്ലേ? സൈൻ തീറ്റയുടെ കോസ് തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റയുടെ അവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. കാരണം തീറ്റയും ഫംഗ്ഷനാണ്, കോസ് തീറ്റയും ഫംഗ്ഷനാണ്. 2 ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ. ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ടാൻ തീറ്റയാണ് ആൻസർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. മനസ്സിലാക്കി പഠിക്കേണ്ട ക്വസ്റ്റൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻ ആണ്. 33ാമത്തെ ചോദ്യം. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത് 2 ഏരിയയിൽ നിന്നാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് 1 വേരിയബിൾ സെപ്പറബിൾ, 2 ഓർഡിനറി ലീനിയർ. വേരിയബിൾ സെപ്പറബിളും ഓർഡിനറി ലീനിയറുമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇനി പ്രതീക്ഷിക്കേണ്ടത്. വേരിയബിൾ സെപ്പറബിൾ, ഇത് ഈ 3 ചോദ്യങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ആണ്. എക്സ് എല്ലാം ഒരു സൈഡിലാക്കുക, വൈ എല്ലാം ഒരു സൈഡിലാക്കുക. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, ഇന്റഗ്രേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 3 ചോദ്യങ്ങളും ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വേരിയബിൾ സെപ്പറബിൾ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, സ്ഥിരമായിട്ടൊരു 2 മാർക്കിന് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും കിട്ടുന്ന ചോദ്യമാണ്. ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. x² + 2x + x + 2, x² + 3x + 2 ഓരോ ടേമിനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 അതൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ tan²x ഇന്റഗ്രൽ 1 മാർക്കിന് സ്ഥിരം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. tan²x എങ്ങനെ മാറ്റണം, sec²x - 1 എന്ന് മാറ്റണം. tan x ഡെറിവേറ്റീവ് ആണ് sec²x, x ഡെറിവേറ്റീവ് ആണ് 1. tan x - x + c വരും ആൻസർ. പിന്നെ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉറപ്പാണ് ക്വസ്റ്റ്യൻ. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള ചോദ്യം ഉറപ്പാണ്. ഇതിനെ എങ്ങനെ എഴുതണം, x/x + 1 × x + 2 നമ്മൾ a/x + 1 + b/x + 2 എന്ന് എഴുതി ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എയും ബിയും എല്ലാം കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഈ 36ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. tan 1x ഡെറിവേറ്റീവ് 1/1 + x² പരിസരത്തുണ്ട്. ഇപ്പൊ tan 1x u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/1 + x² dx = du. അത് ഇങ്ങോട്ട് എടുത്താൽ sin u ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos u, യുവിന് പകരം പഴയ വാല്യൂ തിരിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഈ എല്ലാ ഏരിയയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടാവും, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനിൽ നിന്നുണ്ടാവും, ഇന്റഗ്രേഷൻ ഓഫ് സം സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളിൽ നിന്നുണ്ടാവും, ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇന്റഗ്രേഷൻ ബൈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇത് എല്ലായിടത്തുനിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്താൽ 2 മാർക്ക് 2 മാർക്ക് 2 അങ്ങനെ ഒറ്റയടിക്ക് ഒരു 10 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്റഗ്രേഷൻ ബൈ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ. sin 1x ഡെറിവേറ്റീവ് 1/√1 - x² പരിസരത്തുണ്ട്. sin 1x u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/√1 - x² dx = du എന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Evaluate integral 1/x² + 2x + 2 and one of the very very important and one of the most repeated question. x² + 2x + 2 അവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്, x² + 2x നമുക്ക് ഇങ്ങനെ എഴുതാം, 1 + 1 എന്ന് എഴുതാം 2-നെ. x² + 2x + 1 എന്താവും, x + 1 ഹോൾ സ്ക്വയർ ആവും. ഇന്റഗ്രൽ 1/x² + a², 1/a tan 1 x/a + c എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 1/√1 - x² ഇന്റഗ്രൽ sin 1x ഓവർ ദ ലിമിറ്റ് 0 to 1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നിലെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. ഇന്റഗ്രൽ 1/x² - a² = 1/2a log x + ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = x. y² = x എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പരാബോള. x = 1 മുതൽ x = 4 വരെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്, 1 to 4 y dx ആണ് ആൻസർ വരിക. 1 to 4 പരാബോള ആരാ, പരാബോളയിൽ നിന്ന് y √x വരും, √x dx. ഇത് ചെയ്തെടുത്താൽ ഫൈനൽ ആൻസർ ആയി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 3Dയിൽ നിന്ന് ഉറപ്പായിട്ടും 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെക്റ്റർ ഇക്വേഷൻ തന്നിട്ട് കാർട്ടീഷ്യൻ ആക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ തന്നിട്ട് വെക്റ്റർ ആക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാർട്ടീഷ്യൻ ഫോമിലാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. അതിനെ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ചോദ്യം വരും. എന്താണ്, a2 - a1 dot b1 cross b2 divided by മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എലിപ്സിന്റെ ഏരിയ
ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലെ എലിപ്സിന്റെ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു A to B ഒരു പരാബോള ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ സർക്കിളിന്റെ ഏരിയ. ഈ 3 എണ്ണം പഠിച്ചാൽ തന്നെ ഉറപ്പായിട്ടും 4 മാർക്ക് കൺഫേം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പഠിക്കാനില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. പിന്നെ വെക്ടേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. വെക്ടേഴ്സിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയയോ അല്ലെങ്കിൽ പാരലോഗ്രത്തിന്റെ ഏരിയയോ ഹാഫ് മോഡ് A ക്രോസ് ബിയോ, A ക്രോസ് ബി ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ. പാരലോഗ്രത്തിന്റെ ഏരിയ എന്താണ്? മോഡുലസ് ഓഫ് A ക്രോസ് ബി. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. √A² + B² + C² ആണ് മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം എങ്ങനെയാണ്? A എന്ന് പറഞ്ഞ ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ച യൂണിറ്റ് വെക്ടറായി. മാഗ്നിറ്റ്യൂഡ് 10 വേണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മാഗ്നിറ്റ്യൂഡ് 10 യൂണിറ്റ് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫pdx വെച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. അതിന്റെ സൊല്യൂഷൻ y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ × dx വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്തും കൂടെ കാണിക്കണം. 3 മാർക്കിന്റെ ഏറ്റവും കൂടെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. പിന്നെ A.B യും A ക്രോസ് ബിയും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. പ്രൊജക്ഷൻ ഓഫ് A on B, A.B / mod B. പ്രൊജക്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് A and B. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് A ക്രോസ് ബി. വെക്ടർ ആണ് A ക്രോസ് ബി. യൂണിറ്റ് വെക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 48ാമത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് ഈസി ആയിട്ടൊരു 5 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ടു ബി മാക്സിമൈസ്ഡ്. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, മാക്സിമൈസ് ആവാം, മിനിമൈസ് ആവാം. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ മാക്സിമൈസ് ആണ് മാത്രം. അതിന്റെ കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് പ്രകാരം ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചതിന് ശേഷം ഫീസിബിൾ റീജിയൻസ് മാർക്ക് ചെയ്യുക. ഫൈനൽ എല്ലാ ലൈൻസിന്റെയും ഫീസിബിൾ റീജിയൻ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫൈനൽ ഫീസിബിൾ റീജിയൻ. ഫൈനൽ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കോർണർ പോയിന്റ്സ് 2 കോളത്തിൽ എഴുതുക. ആ കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും മാക്സിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും മിനിമം വാല്യൂ. മിനിമൈസ് ചെയ്യാനാണെങ്കിലും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്. അവസാനം വരുന്ന ഉത്തരം എടുത്തെഴുതുന്നതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പഠിച്ചു പോകേണ്ട ചോദ്യം തന്നെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ട് മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ ചോദിക്കുന്ന LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. പിന്നെ ഉറപ്പായിട്ടും ഒരു ഡൈ ത്രോ ചെയ്യുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഈവൻസ്, ഈ 2 ഏരിയാസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം നോക്കണം. പിന്നെ നമ്മുടെ ബേസ് തിയറം, ബോൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെയാണ് പ്രോബബിലിറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ മറ്റൊരു ചോദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ നിന്ന് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 8 cm³ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? ലെങ്ത് ഓഫ് എഡ്ജ് 12 cm ആകുമ്പോൾ. അപ്പോൾ ക്യൂബിന്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ക്യൂബിന്റെ വോളിയം A³ ആണ്, ക്യൂബിന്റെ സർഫസ് ഏരിയ 6a² ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പെർ സെക്കൻഡ് ആണ്, അപ്പോൾ സമയാനുസൃതമായ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ ഒരു 50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 50 മോഡൽസ് പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ഡീറ്റെയിൽഡ് സൊല്യൂഷനുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസിലൂടെ എല്ലാം കടന്നു പോവുക. മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മസ്റ്റായിട്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.